തന്നെ. ആമേൻ. സർവ്വത്തിന്റെ സിംഹാസനവും ഭൂമിയുടെ പാർപ്പിടവുമായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, വിശുദ്ധാത്മാവിനെ കൽപ്പിക്കുവാനും ആത്മാവിന് സത്യത്തിനെ ആരാധിക്കുവാനും ഒഴുകുന്നതുകൊണ്ടായി സ്വാഗതം ചെയ്യുന്നതിനെ കടന്നുവന്ന പ്രിയമക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവത്തിൽ സമർപ്പിക്കുന്നതിനെ വിശുദ്ധാരാധനയുടെ ആ ദിവസം ദൈവമായ സ്ഥാനത്തിൽ കൂടിയിരിക്കണമെന്ന് മശിഹായുടെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്ക് മധുരമായി ഞാൻ കീർത്തനങ്ങൾ 392 കീർത്തനം തിരുനാമം. നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതും ആകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്തയുഗമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ഗ്ലോറിയ നമുക്ക് ചേർന്ന് വയ്ക്കാം.
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലിലെ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവ് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയോ സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ടും മേലാൾ അവൻ്റെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ ഭാവങ്ങളെ ഏറ്റുപറയുവേൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് അനുകൂലമായ വിധമായി ഭാവം ചെയ്തിരിക്കുന്നു ഏറ്റു പറയാൻ ഞങ്ങൾ ആശയമായിട്ട് ഇത്രയും നന്ദിക്കുന്നത്. സത്യമായി ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പൗലോയേശുപ്പാ ലോകത്തുനിന്നുള്ള വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുതൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോട് തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരൻ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്നെ മഹാരണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് തന്നെ ഉണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ നീതിക്കും സമാധാനത്തിനുമായുള്ള ഐക്യം. സമാധാനപ്രഭുവായ നിന്റെ പുത്രനെ ഞങ്ങളുടെ വീണ്ടെടുപ്പിന് അയച്ച സമാധാനത്തിൻ്റെയും നീതിയുടെയും ദൈവമേ,
നീതിയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വരുന്നവനായ ന്യായാധിപനെ കാത്തിരിക്കുവാനും എല്ലാ കാര്യങ്ങളും ശരിയായ നിലപാടുകൾ കൈക്കൊള്ളുവാനും നീതിയുടെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസ്ഥാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 4-ാം സങ്കീർത്തനം, സാംസ് 4. പാഴ്ച
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. രണ്ടാം പാഠം, സെക്കൻഡ് ലെസൺ. Finally, brothers, whatever is true, whatever is noble, whatever is right, whatever is pure, whatever is lovely, whatever is admirable, if anything is excellent or praiseworthy, think about such things. Whatever you have learned, or received, or heard from me, or seen in me, put it into practice, and the God of peace will be with you. Thanks for the gifts. I rejoice greatly in the Lord that at last you have renewed your concern for me. Indeed, you have been concerned, but you had no opportunity to show it. I am not saying because I am in need, for I have learned to be content whatever the circumstances. I know what it is to be in need, and I know what it is to have plenty. I have learned the secret of being content in any and every situation, whether well-fed or hungry, whether living in plenty or in want. I can do everything through him who gives me strength. Yet it was good of you to share in my troubles. Moreover, I have used the instrument in the early days of your acquaintance with the gospel when I set out from Macedonia. Not one church shared with me the matter of giving and receiving, except you only. For even when I was in Thessalonica, you sent me aid again and again when I was in need. Not that I am looking for a gift, but I am looking for what may be credited to your account. I have received full payment, and even more I am amply supplied. Now that I have received from Epaphroditus the gift you sent, they are a fragrant offering and acceptable sacrifice pleasing to God. And my God will meet all your needs according to his glorious riches in Christ Jesus. To our God and Father, be glory forever and ever. Amen. Here is the നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Matthew chapter 5 verses 21 to 26. കൊല ചെയ്യരുത് എന്ന് ആരെങ്കിലും കൊല ചെയ്ത ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ ചോർന്ന് വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിന്നു കൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. നിന്റെ പ്രതിയോഗിയുടെ കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലെങ്കിൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്ത് തീരുവോളം നീ അവിടുന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തനം 358, ഹിൻ നമ്പർ 358.
നമുക്ക് പ്രാർത്ഥിക്കാം. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവിന് സത്യത്തിൽ അങ്ങ് ആരാധിപ്പാനും ഒരുക്കിയ കുറവുകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ ആലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും അവിടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്ന അതിനെ അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ ഉയരത്തിലെ നന്മകളാ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മഹത്വം അവിടെ നിന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും വലിയവനായ ദൈവത്തെ ആത്മാവിലും സത്യത്തിൽ ആരാധിപ്പാനും ഒരുക്കുന്ന വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനുള്ളതായ ചിന്താവിഷയം യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ്, നീതിക്കും സമാധാനത്തിനുമായുള്ള ഐക്യം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പാടിയ കീർത്തനം എന്തുകൊണ്ടാണ് ഇപ്രകാരം ക്രമീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മധ്യകേരള മഹായിടവയ്ക്ക് ഒരു പുതിയ അധ്യക്ഷനെ ദൈവം നൽകി. റൈറവൻ ഡോക്ടർ മലയിൽ സാവുക്കോശി ചെറിയാൻ തിരുമേനിയെ. അതുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ വേണ്ടി സഭയായിട്ടുള്ള ഒരുമിച്ചുള്ള ആഹ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 358 കീർത്തനം പാടിയത്. ആദ്യ ദിവ്യദാസരെ നിയോഗം ചെയ്യുന്ന നാഥനെ, ഇന്നേരം ഈ ദാസനെ ആസ്വദിച്ചിടണമേ. നമുക്കറിയാം, തുടർന്നുള്ള വർഷങ്ങളിൽ മധ്യകേരള മഹായുടെ ഭാഗമായിരിക്കുന്ന നമുക്കും ആ അനുഗ്രഹം ലഭ്യമായി തീരണം. നാം മനസ്സിൽ ഉൾക്കൊണ്ട് ഈ കീർത്തനം പാടുന്നുവെങ്കിൽ നമ്മുടെ ശുശ്രൂഷകളൊക്കെയും ഏറ്റവും അനുഗ്രഹമായി തീരും. ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
സ്നേഹവും താഴ്മയും ദാസ ശുശ്രൂഷയും വിശുദ്ധി, നീതി, സത്യവും എല്ലാം പറയുന്നുണ്ട്. അവസാനം നമ്മൾ പാടി നിർത്തിയോ, ആക്ഷേപിക്കാത്ത ജീവിതം, സൽകീർത്തിയേറും സേവയും അനുഗ്രഹത്തിന് പൂർത്തിയും നൽകണം സർവകാലവും. ഞാൻ ഇപ്രകാരം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥയിൽ സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന മുഖാന്തരങ്ങൾ നിരവധിയാണ്. അതിനനുസൃതമായി പ്രവർത്തിപ്പാൻ സാധിക്കണം. ഇന്ന് വായിച്ച സങ്കീർത്തന വേദഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നിർഭയമല്ല വസിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടതായ ലോകത്ത് നാം ജീവിക്കുകയാണ്. അതുകൊണ്ട് യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന് പറയുമ്പോൾ എന്താണ് നീതി, എന്താണ് സമാധാനം? ദൈവവും മനുഷ്യനുമായുള്ള ശരിയായ റിലേഷൻഷിപ്പ് ബന്ധമാണ് നീതി, ജസ്റ്റിസ് എന്ന് പറയുന്നത്. ആ ബന്ധം ശക്തമാകുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. ദൈവിക ബന്ധം ശക്തമാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരുന്നത്. മാനസികമായ തലത്തിൽ ഉയർത്തപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഓരോ മനുഷ്യനും നീതിയോടെയും സമാധാനത്തോടെയും വസിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൽ നാം ആശ്രയിക്കണം. ഇന്ന് വായിച്ചതായ പഴയ നിയമ വേദഭാഗം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 15 മുതൽ 28 വരെ പരസ്പരം ഒന്നാകുന്നതിലൂടെ നീതി സമാധാനത്തുമായുള്ള ഐക്യം സാധ്യമാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ ബീയിങ് വൺ ഇൻ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെയാണ്, ദൈവത്തിലൂടെയാണ് ഇത് സാധ്യമായി തീരുന്നത്. ഏകദേശം 350 വർഷങ്ങൾക്ക് മുമ്പ് ശലോമോന്റെ കാലശേഷം ഇസ്രായേൽ രാജ്യം രണ്ടായി തീർന്നു. രണ്ടായി വേർതിരിയുകയാണ് ഉണ്ടായത്. ഒന്ന് യഹൂദയെന്നും മറ്റൊന്ന് ഇസ്രായേൽ അല്ലെങ്കിൽ എഫ്രൈം എന്നും പറയുകയാണ്. ഒന്നായിരുന്നതായ രാഷ്ട്രം രണ്ടായി തീരുകയും അതിൽ ഒരു രാഷ്ട്രം വളരെയധികമായിട്ട് അധപ്പതിക്കുകയും ചെയ്തതായ സാഹചര്യത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലും കരുണയും അവർക്ക് ലഭ്യമായി തീരുകയാണ്. എന്നാൽ ഇപ്രകാരമായുള്ള സാഹചര്യം ഉണ്ടായപ്പോഴും പലപ്പോഴും അവരുടെ മനസ്സുകളിൽ തങ്ങൾ ഏകജാതിയാണെന്നുള്ള ഒരു ചിന്ത ഉരുത്തിരിഞ്ഞു വന്നു. അവർ വടക്കേ രാജ്യം ശത്രുക്കളാൽ തോൽക്കപ്പെട്ടതായി പ്രവാസികളായിട്ട് പോകേണ്ടതായി വന്നു. കഴിഞ്ഞ ഏകദേശം 150 പരം വർഷമായി അവർ പ്രവാസികളായി പാർത്തു എന്ന് ചരിത്രം പഠിക്കുകയാണ് യെഹെസ്കേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വാക്തത്വം അവർക്ക് ലഭിക്കുക. ഒന്ന് യഹൂദയായിരിക്കുന്ന ഒരു രാജ്യം, ഇസ്രായേലായിരിക്കുന്ന മറ്റൊരു രാജ്യം. ഇത് രണ്ടുകൂടെ ഒരുമിച്ച് ഇസ്രായേൽ ആകുന്നതായ ഒരു വാക്തത്വം ദൈവത്തിന് ലഭ്യമായി തീരുക. ഭിന്നമായ കാഴ്ചപ്പാടുകളും ഭിന്നമായ അഭിരുചികളുമുള്ളതായ രണ്ട് രാഷ്ട്രങ്ങൾ ഒന്നായി തീർന്നുകൊണ്ട് അവര് ജീവിക്കുമെന്ന് സർവശക്തനായ ദൈവം അവർക്ക് വാഗ്ദത്തം നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പറയുന്ന ഒരു ചിന്തയുണ്ട്, വരുവാനുള്ള മശിഹ ദാവീദിന്റെ സന്തതി പാരമ്പര്യത്തിലുള്ളതായിരിക്കും. ഇത് ദാവീദിനുള്ള ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിയെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ അവരുടെ പാവത്തിന് ശുദ്ധീകരിക്കുകയും ജനങ്ങൾ പാവക്ഷമ പ്രാപിക്കുകയും അവർ ദൈവകൽപ്പനയെ പ്രമാണിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിന് അരുളപ്പാട് ലഭിക്കുക. ദൈവത്തിന്റെ പരമാധികാരം അവർക്ക് ലഭ്യമായി തീരും. അവിടെ പറഞ്ഞിരിക്കുന്നത്, രണ്ടായിരിക്കുന്ന രാഷ്ട്രം ഒന്നായി തീർന്നപ്പോൾ അവർ ശക്തിയോടെ ഉപേക്ഷിച്ച് തങ്ങളുടെ ജീവിതത്തിലെ മലിനതകളെ നീക്കി മുന്നേറുകയാണ് ചെയ്യുന്നത്. പരസ്പരം ഒന്നാകുന്നതിലൂടെ നീതി സമാധാനത്തിനുള്ള ഐക്യം സാധ്യമായി തീരുക.
മറ്റൊരു ചിന്ത എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്കറിയാം സങ്കീർത്തനക്കാരൻ 85 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നുണ്ട്, നീതിയും സമാധാനം തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. സമാധാനം ഉണ്ടാകണമെങ്കിൽ നീതിപൂർവമായിട്ടുള്ള പെരുമാറ്റം സാധ്യമായി തീരണം. അതുകൊണ്ടാണ് ഇവിടെ യിരെമ്യാ പ്രവാചകൻ പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നിർഭയം വസിക്കും. എവിടെയാണ്, എപ്രകാരമാണ് നിർഭയം വസിക്കുന്നത്? ദൈവം ബുദ്ധിയോടെ രാജ്യം ഭരിച്ച് ദേശത്ത് നീതിയും സമാധാനവും സ്ഥാപിക്കുമ്പോഴാണ് ജനം നിർഭയം വസിക്കുമാറാകുന്നത്. 1993 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച നെൽസൺ മണ്ടേല പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്: ശത്രുവുമായി നിങ്ങൾക്ക് സമാധാനം സ്ഥാപിക്കണമോ എങ്കിൽ നിങ്ങൾ ശത്രുവുമായി ഒത്ത് പ്രവർത്തിക്കുവാൻ സാധിക്കണം. അപ്പോൾ ശത്രു നിങ്ങളുടെ പങ്കാളിയായി തീരും. അപ്പോൾ സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനമാണ് ദൈവവചനം നമുക്ക് നൽകുന്നത്. മറ്റൊരു ചിന്ത, യേശുക്രിസ്തു പരസ്പരം നിരപ്പ് പ്രാപിക്കുന്നതിലൂടെ നീതിക്കും സമാധാനത്തിനുമായുള്ള ഐക്യം സാധ്യമായി തീരുകയാണ്. യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഈസ് പോസിബിൾ ത്രൂ റീകൺസിലേഷൻ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഇന്നത്തെ സുവിശേഷ വേദഭാഗം നമുക്കറിയാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവിൻ്റെ സർമൺ ഓഫ് മൗണ്ട് പർവ്വത പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള തുടർച്ചയാണ്. യേശു കർത്താവ് പറയാണ്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. കോപം എന്ന വാക്കിന് പറഞ്ഞിരിക്കുന്ന ചിന്ത ദുഷിച്ച സംസാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരൻ നിസ്സാരം എന്ന് പറയുകയോ ന്യായാധിപത സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ചിന്ത ഇപ്രകാരമാണ്: സഹോദരനോട് കോപിക്കുന്നവൻ, നിസ്സാര എന്ന് പറയുന്നവൻ, മൂഢ എന്ന് വിളിക്കുന്നവൻ, ഒരുവനെ ഭോഷൻ എന്ന് കോപത്തോടും പുച്ഛത്തോടും വിളിക്കുന്ന മനോഭാവം, വിളിക്കുന്നവനെ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്നാണ് യേശു കർത്താവ് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നേരെ വല്ലതുമുണ്ടോ എന്ന് നീ മനസ്സിലാക്കണം. അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊടുക്കുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് പറയുന്നത്. നിന്റെ വഴിപാടിൽ സർവശക്തനായ ദൈവം പ്രസാദിക്കണമെങ്കിൽ നീ സഹോദരനുമായിട്ടുള്ളതായ ഭിന്നത ഒഴിവാക്കണമെന്ന് പറയുക. ഒന്നാമത് നിരന്നു കൊള്ളുക, റീകൺസിലേഷൻ എന്നുള്ള ചിന്ത പറഞ്ഞിരിക്കുന്നത്. ഒരു നിരപ്പ് ആവശ്യമാണ്, ഒരു യൂണിറ്റി, ഐക്യത ആവശ്യമായി വരുന്നു. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരുമ ഇന്നിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്: സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. അപ്പോൾ ഈ നിരപ്പ് സാധ്യമാകുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ഹോളി സ്പിരിറ്റ് ഗീവ്സ് യൂണിറ്റി എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് ഐക്യത നമ്മളിലേക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ ചിന്തിക്കണം, ഈ കാലഘട്ടത്തിലൊക്കെയും ഞാൻ എന്ന ഭാവം, നമ്മുടെ ഈഗോയാണ് പലപ്പോഴും നമ്മെ തകർക്കുന്നത്. നമ്മുടെ ഈഗോ മാറ്റി വെക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ദിവസങ്ങളിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പോൾ മനസ്സിൽ കുറിക്കുക മനോഹര സത്യങ്ങളെന്ന് ഒരു കാത്തലിക് ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളോടായിട്ട് പറയുന്നൊരു ചിന്തയുണ്ട്. കുഞ്ഞുങ്ങളോട് പറയാണ്, ചിന്തകൻ പറയാണ്, ഈഗോ പോയാൽ ഈശോ വരും, ഈശോ വന്നാൽ ഈസ്റ്റർ നിറവായി. അത് വളരെയധികം എന്നെ സ്പർശിക്കുകയുണ്ടായി.
നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് വരണമെങ്കിൽ നമ്മുടെ ഈഗോ പോകണം. അങ്ങനെ ഈഗോ പോയാൽ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും നീതിയും ലഭ്യമായി തീരും. ഈ ഈശോ വന്നു കഴിഞ്ഞാൽ, ഈസ്റ്റർ നിറവെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഉയർപ്പ് ഉണ്ടാവും. അതുകൊണ്ട് അനുഗ്രഹത്തിന് മുന്നോടിയായി ഒരു ഒരുക്കം ആവശ്യമാണ്. അതാണ് നിരപ്പ്. നാം വഴിപാടുമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, സമശിഷ്ടങ്ങളോട് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് നിരപ്പ് പ്രാപിക്കാനുള്ളതായ സാഹചര്യം കൂടിയാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ യേശു കർത്താവിൻ്റെ മാതൃകയാണ് ക്രൈസ്തവരായ ഞാൻ നിങ്ങളും പിന്തുടരുന്നത്. യേശു കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്ന യൂദ ഒറ്റി കൊടുത്തവനാണ്. പക്ഷെ ആ യൂദയോട് കർത്താവ് ക്ഷമിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുപോലെ പത്രോസ് 1-2 വട്ടമല്ല 3 വട്ടമാണ് തള്ളിപ്പറഞ്ഞത്. ആ പത്രോസിന് ചോദിക്കുകയാണ്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവിടെയും യേശു കർത്താവിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കാൻ സാധിക്കണം. എവിടം സ്നേഹം നഷ്ടപ്പെടുന്നുവോ അവിടെയാണ് ഭിന്നത കടന്നു വരുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, കൺമുമ്പിൽ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാമറയത്തുള്ള ദൈവത്തെ അറിയുന്നില്ല. നമ്മുടെ സമശിഷ്ടങ്ങളോട്, നമ്മുടെ സഹോദരിയോട്, നമ്മുടെ സഹോദരനോട് നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഞാൻ യൂദയുടെയും പത്രോസിൻ്റെയൊക്കെ ഉദാഹരണം പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈഗോ പോകട്ടെ, ഈശോ കടന്നു വരട്ടെ. ഈശോ കടന്നു വരുമ്പോൾ ഈശോയാകുന്ന ഉയർപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അല്ല ഞാൻ നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിലുള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് നിന്നു കൊടുക്കുക. കാലതാമസം പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാതെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ മരിച്ചാലും മറക്കില്ല. അല്ല ഞാൻ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ ചേവൽ ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നതെന്ന് യേശു കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നിലവിലായിരിക്കുന്ന പ്രശ്നങ്ങൾ തീർക്കുക, പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കരുതുക. യേശുവിൻ്റെ കാലത്ത് കടം വാങ്ങിയ ഒരുവന് അത് തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനെ ജയിലിലടയ്ക്കുന്നതായ ഒരു പതിവുണ്ടായിരുന്നു. ആരെങ്കിലും അവൻ്റെ കടം വീട്ടിയില്ലെങ്കിൽ അവൻ ജയിലിൽ കിടന്ന് തന്നെ മരിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ കോടതിയിൽ എത്തും മുമ്പ് തീരുമാനമെടുക്കണമെന്നാണ് കർത്താവ് കൊണ്ട് പഠിപ്പിക്കുന്നത്. തമ്മിൽ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. ലോക കോടതിയെ മാത്രമല്ല, ദൈവകോടതിയെയും അഭിമുഖീകരിക്കേണ്ടവരാണ് വിശ്വാസികളായിരിക്കുന്ന നാം ഓരോരുത്തരും. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന് പറയുന്നത്. മൂന്നാമതായി ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു നീതിക്കും സമാധാനത്തിനുള്ള ഐക്യം സാധ്യമായി തീരുകയാണ്. യൂണിറ്റി ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് ഈസ് പോസിബിൾ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് നേരത്തെ വായിച്ച ഫിലിപ്പിയർ ലേഖനം 4-18 വാക്യത്തിൽ അവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. ഐ ഹാവ് റിസീവ്ഡ് ഫുൾ പേയ്മെൻറ്റ് ആൻഡ് മോർ ഐ ആം വെൽ സപ്ലീഡ് എന്ന് പറയുന്നത്. സമൃദ്ധിയുടെ അനുഭവം, സംതൃപ്തി നിറഞ്ഞ ഈ വാക്കുകൾ സകലവിധ സുഖസൗകര്യങ്ങളും കൂടെ മണിമാളികയിൽ വസിക്കുന്ന ഒരു ധനാഢ്യൻ്റെ വാക്കുകളല്ല. റോമിലെ കാരാഗൃഹത്തിൻ്റെ ഇരുട്ട് നിറഞ്ഞ വൃത്തിഹീനമായ അവസ്ഥയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കാണ്. ഈ കാരാഗൃഹത്തിൽ ഇഴജന്തുക്കളുണ്ട്, അരണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ.
ഫിലിപ്പിയ ലേഖനം, കാരാഗൃഹ ലേഖനം നമുക്കറിയാം. പൗലോസ് പറയുകയാണ്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുകയാണ്. നാം ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനസ്സുളവാകുന്ന ഒരു ഭാവമാണ് സംതൃപ്തി. അത് സമാധാനത്തിൻ്റെ ഇഷ്ടമാണ്, അതുവരെ ആ നീതിയുടെ അനുഭവമാണ്. നമുക്ക് എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, എല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു. എന്നാൽ ആർത്തിയാസിയും മോഹങ്ങളുമാണ് ആധുനികതയുടെ മുഖമുദ്ര. നമ്മുടെ ജീവിതം തന്നെ നെട്ടോട്ടം ഓടുകയാണ്. എങ്ങനെ സമ്പാദിക്കണം, ഉന്നതമായ നിലയെത്തണം. ഉണ്ണുവാൻ ഒടുക്കുവാൻ ധാരാളമുണ്ടെങ്കിലും മനസ്സിന് യാതൊരു സംതൃപ്തി ഇല്ലാത്ത മനുഷ്യരെ നമുക്ക് ഈ ലോകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. വേണ്ടതെല്ലാം ഉണ്ടെങ്കിലും തൃപ്തിയില്ലാത്ത മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ ശോഭിച്ചുകൊണ്ടിരിക്കും. ഉണ്ടാകും. പ്രിയമുള്ളവരെ, വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു ചിന്തയുണ്ട്, സാഹചര്യങ്ങൾ ഇന്നല്ലെങ്കിൽ മാറും. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ ഒരു കഥയുണ്ട്. നാട്ടിൽ സ്വന്തമായ ഹോസ്പിറ്റലുള്ള ഒരപ്പച്ചൻ, മക്കൾ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ആ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു എക്സിക്യൂട്ടീവ് റൂമുണ്ട്. പക്ഷേ ആ ഭവനത്തിലുള്ള 4 പേരും കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ഓരോ മക്കളും ഓരോ റൂമിലാണ്. അവരെ കൺമുമ്പിൽ ഈ അപ്പച്ചൻ പിടഞ്ഞു വീഴുകയാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കാരണം പുറത്തോട്ട് ഇറങ്ങി നാട്ടുകാരെ സമ്മതിക്കുന്നില്ല. ഇത് കേരളത്തിലാണ്. അവിടെ വീണ് മരിക്കുകയാണ് ചെയ്തത്. ആവശ്യത്തിലേറെ സമ്പത്തുണ്ട്. 4 വാഹനങ്ങൾ ആ വീടിൻ്റെ മുറ്റത്ത് കിടപ്പിലുണ്ട്. ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവർ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ സർവശക്തനായ ദൈവം നൽകിയ ആരോഗ്യം നമുക്കുണ്ട്, ആവശ്യമായി സമ്പത്തുണ്ട്. ആ ദൈവത്തിൽ ആശ്രയം ജീവിക്കാൻ സാധിക്കണം. ഓരോ അനുഭവങ്ങളിലും നമ്മെ ഓരോന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒത്തിരി ചിന്തയുണ്ട്. അവിടെ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ചിന്ത, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ വേദനയിൽ, നിന്റെ നിരാശയിൽ നിന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവുണ്ട്. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഉള്ള അവസ്ഥ നമുക്ക് ഇരിക്കാൻ സാധിക്കാം. ഒരുപക്ഷെ ഈ നാളുകളിലൊക്കെ വിദേശത്ത് നിന്ന് ഒത്തിരി പ്രിയപ്പെട്ടവർ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, നമ്മെ അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഞാനിപ്പോൾ ഈ ഗോഡ്സ് പ്ലാനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അവിടെ പൗലോസ് പറയും, ഞാൻ താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും വിശന്നിരിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവം നമ്മൾ ജീവിക്കണം. ദൈവത്തിന് മാത്രമേ ജീവിതത്തിൽ നീതിയും സമാധാനവും നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നാം സാമ്പത്തികമായ ഉന്നത ശ്രേണിയിലാണെങ്കിലും പലപ്പോഴും നീതി സമാധാനം നമുക്ക് ലഭ്യമായി തീരുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള, നമ്മുടെ ബിസിനസ്സിൽ, സമർപ്പണ ജീവിതത്തിൽ, വിദ്യാഭ്യാസത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നീതി സമാധാനം സാധ്യമായി തീരണമെങ്കിൽ ഈ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുക. 2 രാഷ്ട്രമായിരിക്കുന്നതായ യഹൂദയെയും ഇസ്രായേലിനെയും ഒന്നാക്കി ഇസ്രായേലാക്കി തീർത്ത ദൈവം, സഹോദരനോട് കോപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്, സഹോദരനോട് നിനക്ക് വല്ലതും പ്രയാസമുണ്ടെങ്കിൽ നിരന്നുകൊള്ളുക എന്ന് പറയുന്ന യേശു കർത്താവ് പറയാണ്, നിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു നിരപ്പിൻ്റെ അനുഭവം ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ പ്രസംഗം മറന്നുപോയെങ്കിലും ഞാൻ പറഞ്ഞ ചെറിയ ചിന്ത ഓർക്കുക. നമ്മുടെ ഈഗോ മാറട്ടെ, ഈശോ കടന്നു വരട്ടെ, ഈസ്റ്റർ ഉണ്ടാകട്ടെ. നമ്മുടെ ഈഗോ മാറുമ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉയർപ്പ്, ഈസ്റ്ററിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരും. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും വിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാന മഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് നീക്കിയ വിശ്വാസ പ്രമാണം ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സദൈവനായ ഏകദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനാമത്തനായ കർത്താവായ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വപിതാവിന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിൽ നിന്ന് സത്യദൈവം, ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ ദൈവത്വമുള്ളവൻ. അവൻ ആശ്രയമുണ്ടായി, അവൻ മനുഷ്യരാലും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനായി കന്യകയിൽ വർദ്ധിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തിൽ നമുക്ക് ക്രൂശിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ട് അടക്കപ്പെട്ടു, 33 ഉയർത്തി നയിച്ചു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിനടുത്ത് വാർത്തിരിക്കുന്നു. അവൻ ജീവനെ മരിച്ച് നയിപ്പാൻ മഹത്വത്തോട് വീണ്ടുവരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിന് മഹത്വപ്പെടുന്നവനും പിതാവിന് നീക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകൻ കൊണ്ട് പറയിച്ചനുമായ വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതലിക അപ്പോസ്തലികമായ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു. പാപത്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാന ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവരും ശാന്തമായിട്ടിരിക്കാം. മധ്യകേരള മഹായിടയുടെ 13ാമത്തെ ബിഷപ്പായി റവറണ്ട് ഡോക്ടർ മറിയൽ സാവു കോശിച്ചെറിയാൻ തിരുമേനി 2020 ജനുവരി 18 അഭിഷിക്തനായി ഉന്നതമായ ദർശനത്തോടും ആത്മീയ ഉൾക്കാഴ്ചയോടും മധ്യകേരള മഹായിടയ്ക്ക് മാത്രമല്ല താനായിരിക്കുന്ന സമൂഹത്തിനു വേണ്ടി പ്രവർത്തിപ്പാൻ വലിയവനായ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഹൈദരാബാദ് CSI ഇൻമാനുൽ മലയാളം ഇടവകയുടെ അനുമോദനവും ആശംസകൾ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. അവയെന്ന ബിഷപ്പിന് സർവശക്തനായ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ 9 AM നമ്മുടെ വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. കോഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മുടെ ശുശ്രൂഷ നടത്തപ്പെടുന്നത്. നമ്മുടെ സഭയ്ക്ക് നൽകേണ്ടതായ വരുമാനങ്ങൾ, അത് ഓഫർട്ടി ആയിക്കോട്ടെ, ടൈത്ത്, അതുപോലെ സ്പെഷ്യൽ താങ്ക്സ്, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, ഇതുവരെയും സംഘടിക്കാത്ത നിരവധി ആളുകളുണ്ട്. വളരെ പ്രയാസത്തോട് പറയട്ടെ, ഈ കോവിഡ് കാലഘട്ടം കഴിഞ്ഞാണെങ്കിൽ നമുക്ക് നമ്മുടെ സഭ ആവശ്യമാണ്. എപ്പോഴാണ് സഭകളുടെ ബന്ധത്തിൽ ആവശ്യങ്ങൾ നിരവധിയാണ് നമുക്കറിയാം. അതുകൊണ്ട് പ്രാർത്ഥനയോട് സഹകരിക്കുക. ഞാൻ നൽകുന്നവരെ ഓർത്തല്ല കേട്ടോ. നമുക്ക് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ ദൈവം നമ്മെ വഴി നടത്തുന്നുവെങ്കിലും ക്രിയാത്മകമായി പ്രതികരിക്കാത്തവരെ ഓർത്ത് പറയുക. അതുകൊണ്ട് സ്നേഹനിത്യമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫെബ്രുവരി 1 സൺഡേ നമ്മുടെ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ്. നമ്മുടെ ഒരു സർവേ ലിങ്ക് സബ്മിറ്റ് ചെയ്തുവെങ്കിലും വലിയ ക്രിയാത്മകമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല. എത്രയുണ്ട് റീത്തെ? 25. നമ്മുടെ അംഗബലം അത്രയാണ് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഞാൻ ഇനിയും ദീർഘമായിട്ട് പറയുന്നില്ല. മുൻകാലങ്ങളിലെ പോലെ ഒരു ദിവസത്തെ വരുമാനം കവർ കളക്ഷനായിട്ട് സമർപ്പിക്കുവാൻ ശ്രമിക്കുക. എല്ലാ ഫാമിലിയിൽ നിന്നും ഒരു മെമ്പറെങ്കിലും സംബന്ധിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണം. മറ്റുള്ള സഭകളെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളെന്നാലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കുറഞ്ഞൊരു 3 ഐറ്റംസ് സാധനങ്ങളും കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ചേർന്ന് ഇത് വിജയിപ്പിക്കേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമുക്കിതൊരു ഹരമായിരുന്നു. ഞാൻ ചില ടീച്ചർ സാറോട് ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ നമുക്കൊരു ഹരമായി മാറണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സഭയുടെ ഭാഗമാണ്. നമ്മൾ
അന്യദേശം ഒരു നമ്മുടെ ദേശത്ത് നിന്ന് അന്യദേശത്തായിരിക്കുമ്പോൾ അതൊരു സാക്ഷ്യമാണ്. ഈ 30-ാം തീയതി അപ്പമ്മ നേരിട്ട് പള്ളിയിലെ കൂദാശയാണ്, പുതിയ പള്ളിയിലെ. അപ്പോൾ അതിനോട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മൊത്തം അച്ഛന്മാർക്കുള്ള ട്രാൻസ്ഫറാണ്. ഞാൻ പറഞ്ഞത് സഭ നമുക്കൊരു ഹരമായി മാറുമ്പോഴാണ് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. പല ഘടകങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനൊരു പോസിറ്റീവായി കണ്ട് എല്ലാവരുടെയും ശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് മുതൽ മധ്യേള മഹാ ഇടവകയുടെ കൺവെൻഷൻ ആരംഭിക്കുന്നുവല്ലോ. അവിടെ നമുക്ക് ലിങ്ക് ലഭിക്കുന്നത് കൊണ്ട് ഇന്ന് ഇൻസ്പിറേഷൻ വേണ്ടി ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കുന്നതല്ല, മഹായോട് ചേർന്ന് ലഭിക്കുന്ന സമയമൊക്കെയും ഓൺലൈനിൽ കൂടെയെങ്കിലും സംബന്ധിക്കുവാനും ആ പ്രോഗ്രാമൊക്കെ മനസ്സിലാക്കുവാനും സാധിക്കണം. ഇന്ന് 4 PM 4 PM സൈബർ ചക്രവർത്തിയുടെ ഭാഗത്തിൽ വെച്ച് കോട്ടയം ചിപ്രയിൽ ഉണ്ടായിരിക്കും. നമുക്കറിയാം കോവിഡാണ് എങ്കിലും സംബന്ധിക്കാൻ പറ്റുന്നവർ സംബന്ധിക്കുക. ടീ ആൻഡ് സ്നാക്സ് സ്പോൺസർ ചെയ്യുന്നത് മിസ്റ്റർ ഷാജിമോൻ തോമസ് ആൻഡ് ഫാമിലിയാണ്. ഷാജിമോനോട് പറഞ്ഞത് തൻ്റെ മാതാവ് നിത്യമായി സുസൈൽ പ്രവേശിക്കപ്പെട്ടിട്ട് 1 വർഷം തികയുകയാണ്. ആ ഓർമ്മയുടെ മുമ്പിൽ അതുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ആരാധനയിൽ ടീ ആൻഡ് സ്നാക്സ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി അറിയിക്കുക. നമുക്കറിയാം പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിലൊക്കെ നമ്മൾ ഈ ഫുഡിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ പ്രിയമുള്ളവർ നമ്മൾ ക്രമീകരിക്കുന്നതൊക്കെയും വളരെ ശ്രദ്ധയോടെയാണ്. നമുക്കറിയാം നമ്മളാണിത് ഭക്ഷിക്കേണ്ടതെന്നും നമ്മളാണിത് അനുഭവിക്കേണ്ടതെന്നെല്ലാം അറിയാം. അതുകൊണ്ട് അവർക്ക് സംശയം വേണ്ട, അപ്രകാരമുള്ള ക്രമീകരണമാണ് നമ്മൾ ചെയ്യുന്നത്. ചർച്ച് കൺസ്ട്രക്ഷനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയട്ടെ. ദൈവകൃപയാൽ സെല്ലാറിൻ്റെ കോൺക്രീറ്റൊക്കെയും ഫിനിഷ് ചെയ്തു. തുടർന്നുള്ള പണികളൊക്കെയും വളരെ ദ്രുതഗതിയിൽ കൊണ്ടുപോകുകയാണ്. എന്നാൽ ഇപ്പോഴും ക്രിയാത്മകമായി പ്രതികരിക്കാത്ത പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ ഓഫർ ചോദിക്കുമ്പോൾ പറയും പ്രോഗ്രസ് കാണട്ടെ, കുറച്ച് മുന്നോട്ട് പോട്ടെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയില്ല, ഞാനൊരു കാര്യം പറയാനുള്ളത്, തിരുമാലകൾ അടങ്ങിയിട്ട് വഞ്ചി ഇറക്കാമെന്ന് നടക്കുകയല്ല. പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള ആർജവും കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇംഗ്ലണ്ടിനൊക്കെ തോമസ് നോട്ടനൊക്കെയും ദീർഘസമയം എടുത്ത് യാത്ര ചെയ്തു എന്നുകൊണ്ടാണ് നമ്മുടെ സഭകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുക. ആൻറ്റി വെച്ച് ഫൈനലായിട്ട് ചില കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചർച്ച അമ്മച്ചങ്ങളോട് ബിൽഡിംഗ് കമ്മിറ്റിയോട് ചേർന്നുള്ള മീറ്റിംഗ് ഞാൻ ആൻറ്റി വെച്ച് നടത്തിയത്. അതിൽ വാപ്പി ജോൺ അങ്കിൾ, വിനോ മാത്യു, കോശിബി തോമസ്, ബിൻ പൗലോസ്, മറ്റ് ടീം അംഗങ്ങളൊക്കെ സംബന്ധിച്ചു. ഞാൻ പറഞ്ഞതാണ്, നമ്മളൊരു സഭ അതിൻ്റെ പൂർത്തീകരണം എപ്രകാരമാണ് മനസ്സിൽ കാണണം. ദൈവം ആയുസ്സും ആയുവും തന്നാൽ ഞാൻ ആ സഭയിലെ പുതിയ സഭയുടെ ഏത് ബെഞ്ചിലായിരിക്കുന്നുള്ള ചിന്ത ഉണ്ടാവണം. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തീകരണത്തിന് നമുക്ക് സദയം തീരുള്ളൂ. ഇതുവരെയും കഴിഞ്ഞ നാളുകൾക്ക് ലഭിച്ച ഓഫറൊക്കെയും വളരെ സന്തോഷത്തോടെ നൽകിയ ഓഫറാണ്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ പറഞ്ഞുവല്ലോ, നമ്മുടെ സഭാംഗങ്ങൾ മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും ഔട്ട്സൈഡിൽ നിന്നൊക്കെയും ഫണ്ട് കളക്ട് ചെയ്യുന്നത് അനുഗ്രഹമാണ്. ഈ നാളിൽ അതിന് നീന സൈബാളിനെ അഭിനന്ദിക്കുക. വളരെയധികം താല്പര്യത്തോടെ അത് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ഫണ്ട് കൊണ്ട് മാത്രം ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. അവിടെ എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ പലരും സ്പോൺസറിന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ ആലോചിച്ചിട്ട് പറയാമെന്ന് പറയുന്നുണ്ട്. ദൈവം അവരോട് ഇടപെടട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ആഷ്ലി ജോൺ ആഷ്ലിയെ വിളിച്ചപ്പോൾ ആഷ്ലി ഞാൻ ഫാമിൽ പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം രൂപയാണ്. ആഷ്ലി നമ്മോട് ആരാനും സംബന്ധിക്കുന്നില്ല, എങ്കിലും ആഷ്ലിക്കും കുടുംബത്തിനും ഒരു നല്ല ക്ലാപ്പ് കൊടുത്താട്ടെ. ഞാൻ സ്നേഹമുള്ള ഇവൻ പൗലോസിനോട് പറഞ്ഞു, ഇവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു, എൻ്റെ ഒരു മാസ ശമ്പളം അത് 1 ലക്ഷം രൂപയാണ്, 1 ലാഖ് തരാമെന്ന് പറഞ്ഞ് ഇവനും ഒരു ക്ലാപ്പ് കൊടുത്താട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്രകാരം ദൈവം നമ്മൾ അനുദിനം വഴി നടത്തുകയാണ് ചെയ്യുന്നത്.
ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചൊരു പുസ്തകത്തിൽ വളരെ ചിന്തനീയമായൊരു സ്പീഡ് ഓഫ് അവർ പ്രോഗ്രസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെപ്ത് ഓഫ് അവർ ഡിസയർ. നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആഴം പോലെ ആയിരിക്കും നമ്മുടെ പുരോഗതിയുടെ വേഗത. നമ്മുടെ ആഗ്രഹത്തിന് ഒരു ആഴം ഉണ്ടായിരിക്കണം. ആ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും പുരോഗതി ആർജിക്കാത്തത്. അതിന് ആഴം പോലെ ആയിരിക്കും നമ്മുടെ പുരോഗതിയുടെ വേഗത. ഈ നാളുകളിൽ വളരെ ആത്മാർത്ഥത്തോടെ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുള്ളായ നന്ദി സ്നേഹം അറിയിക്കുകയാണ് ചെയ്യുന്നത്. 30-ാം തീയതി 5 PM നീർമേൽ മർത്തമ സഭയുടെ ഉദാശയാകും. നമ്മളെ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബർത്ത്ഡേ ലിസ്റ്റ് വായിക്കുന്നു. ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അഡീഷൻ, താങ്ക്സിംഗ് പ്രെയർ ഉണ്ട്. മിസ്റ്റർ സൈബാൾ സി ചക്രവർത്തിയാണ് ബർത്ത്ഡേ വായിക്കുന്നത്. മിസ്റ്റർ ജോൺ PM, മിസസ് മെറിൻ റൂബൻ, മിസ്റ്റർ ജസ്റ്റിൻ ഡേവിഡ്, മാസ്റ്റർ മെൽവിൻ കുര്യൻ മാത്യു, മാസ്റ്റർ നദിനിയൽ സൈബാൾ, മിസ്റ്റർ ആശിഷ് ജോസഫ്. വെഡിങ് ആനിവേഴ്സറി മിസസ് ആൻഡ് മിസ്റ്റർ മോഹൻ മാത്യു. അതിൻ്റെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും താങ്ക്സ് ഗിവിങ്ങിന് അതിന് ശേഷം പ്രാർത്ഥിക്കുന്നതുമാണ്. പാട്ട് പാടുന്ന സമയത്ത് ബർത്ത്ഡേക്കുള്ളവർക്ക് മുന്നോട്ട് കടന്നു വരാം. പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തര വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവൻ്റെ പരിപാലകനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടുന്ന അവിടുത്തെ പ്രിയ മക്കളെ എല്ലാം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അവരുടെ ജനനം മുതൽ ഈ സമയം വരെയും അത്ഭുതകരമാതിശയകരമായി ഈ ഭൂമിടവരപ്പിൽ സാക്ഷ്യമായി സർവശക്തനായ ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്ന അതിനെ അദ്വിതീയമായ ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന പ്രവർത്തന മേഖലയിൽ സന്തോഷത്തോടെ സമാധാനത്തിൽ ജീവിക്കാൻ കൃപ നൽകണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായി പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കുന്നു. സർവ്വോപരി നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ കമയേക്കാൾ നിന്നോട് വിളിച്ചെടുത്തു നമ്മളായിരിക്കും ജീവിതാവസ്ഥ ഇന്ന് നീക്കിയിരിക്കുമാറട്ടെ. പ്രാർത്ഥനയ്ക്കായി സൈബാൾ ചക്രവർത്തി മുതിർന്നു. Yeah.
അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയിരിക്കുന്ന സ്നേഹമുള്ള സൈബാളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ രോഗാക്ഷീണ അവസ്ഥയിൽ കൂടെ കടന്നുപോയപ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരം നിന്റെ മകനോടുകൂടി ഇരുന്നതിനായി സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യണം. അതിനെ ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വയുടെ അവസ്ഥയിൽ മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമാക്കുന്ന കർത്താവ് നിന്റെ മകൻ്റെ ജീവിതത്തെ അനുഗ്രഹപൂർണ്ണമാക്കിയിരിക്കയാൽ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന യേശു കർത്താവ് നിന്റെ മകൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ, പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്തതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ ഗുരുദാസ് ഞാൻ സൈബാലിനെ ഒത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെ അതീതമായ ശക്തിയെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേതനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ മകനെ അവിടെ അനുഗ്രഹിക്കണമേ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം പ്രതിഫലമാകിയാൽ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നതിനെ. തുടർന്ന് കർത്താവ് കുടുംബത്തെ ധാരാളമായ നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പല ശാരീരികാശനാവസ്ഥയിൽ കൂടെ മൻ കടന്നുപോയപ്പോൾ സർവശക്തനായ ദൈവം നൽകിയ എല്ലാ കരുണയ്ക്കായും കൃപയ്ക്കായും നന്ദിയോട് സ്തുതിക്കുന്നു. തുടർന്ന് ആ ഭവനത്തെ മുറ്റുമായിട്ട് അനുഗ്രഹിക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രാർത്ഥിക്കാം. ദൈവമായ പിതാവേ, നിന്റെ മകളുടെ കർത്താവെ അതിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആയിരിക്കും നിരങ്ങളിൽ സ്ഥാനങ്ങളിൽ ആസ്വദിച്ച് ഈ പാശക്തിക്ക് സഹായിക്കണമേ. മോനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരമാൻ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സർവോപരി നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബജീവിതം ആരംഭിച്ചതായ നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഭൂമിയുടെ സാക്ഷ്യമായി വഴിനടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനെ പ്രിയപ്പെട്ട ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി നന്മകളാൽ ധന്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങൾ ചെയ്യണമേ. രോഗാക്ഷീണാവസ്ഥകൾക്കായി ഞങ്ങളുടേതായ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ സർവശക്തനായി ദൈവം നൽകിയ രോഗസൗഖ്യത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അതിനെ നിന്റെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചാട് വെളിപ്പെടുത്തിയാട് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് തുടങ്ങാം. നമ്മെ തന്നെ ദൈവം സമർപ്പിക്കാം. ഈ വിശുദ്ധാലയത്തിലേക്ക് കണ്ടുവരുവാൻ സർവശക്തനായ ദൈവത്തെ ആത്മാവിൽ ആരാധിപ്പാനും അവിടുന്ന് ഒരുക്കിയ കൃപകൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമ്മുടെ CSI സഭകളെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരും അവിടെ ശുശ്രൂഷകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മേഡർ ഡയസിന് നേതൃത്വം നൽകുന്ന റൈറ്റർ ഡോക്ടർ എസ് സോളമൻരാജ് തിരുമേനിക്കായി സ്തോത്രം ചെയ്യാം. ഈ നാളിലെ ശുശ്രൂഷകളെ അതീതമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ മധ്യകേരള മഹായിടവയ്ക്ക് ഒരു പുതിയ അധ്യക്ഷനെ ലഭ്യമായി തീർന്നുവല്ലോ. റൈറ്റർ ഡോക്ടർ മറിയൽ സാവുക്കോശി ചെറിയാൻ തിരുവേദിക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴിനടത്തിപ്പും നിറവും തുറന്ന മനസ്സോടെ ശുശ്രൂഷ നിർവഹിക്കാൻ ആവശ്യമായ കൃപകളെ ഒന്ന് പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം സമർപ്പിക്കാം. നമ്മുടെ ഹൈദരാബാദ് CSI സഭയെ ദൈവം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങൾക്കുമായി ഇന്നോട് സ്തോത്രം ചെയ്യാം.
വിദേശത്തായിരിക്കുന്ന അവിടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ സമർപ്പിക്കാം. നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികൾ, ബിൽഡിംഗ് കമ്മിറ്റിയങ്ങൾ, നിസ്തുല്യമായ സേവനങ്ങൾക്കായി, സാക്ഷ്യങ്ങൾക്കായി നമ്മുടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തിനായി നിങ്ങളോട് ഈ സ്തോത്രം ചെയ്യാം. യൂത്ത് മൂവ്മെൻ്റ് പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. വുമൻസ് ഫെലോഷിപ്പിനെ ദൈവത്തിന് സമർപ്പിക്കാം. രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, പൂർണ്ണമായ വിടുതലും ആശ്വാസവും അവിടെ പ്രദാനം ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗിലെയാദിൽ സുഗന്ധമില്ലയോ, വൈദ്യനില്ലയോ, രോഗശാന്തി വരുത്തുവാൻ മതിയായ കർത്താവ് പൂർണ്ണമായ വിടുതൽ ആശ്വാസം നൽകി ശക്തിരികയെ സഹായിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വാർദ്ധക്യസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ സമർപ്പിക്കാം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറടിച്ചു തളർന്നു പോകാതോടെ ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുമെന്നുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ശക്തിയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായിടവെ ഓർക്കാം. ഇന്നു മുതൽ ആരംഭിക്കുന്ന കൺവെൻഷൻ യോഗങ്ങൾക്കായി നമ്മുടെ സ്തോത്രം ചെയ്യാം. കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പലവിധമായ പ്രയാസങ്ങളോ പ്രതിസന്ധികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് അന്നമ്മ ജോൺ ആൻറ്റിക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. ആൻറ്റി പ്രാർത്ഥിക്കാം. ദേവാലയത്തിന്റെ പണിക്കായി പ്രാർത്ഥിക്കുന്നു. എത്രയും ഭംഗിയായിട്ട് സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും കൂടുതലായ ബലവും ശക്തികളും അനുഗ്രഹിച്ച് ആസ്വദിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാരവാഹികളെല്ലാം പ്രവർത്തനങ്ങളിലേക്ക് അവിടുത്തെ തിരുവിധ പ്രവാഹങ്ങളുടെ മക്കൾക്ക് ശക്തിയും ആരോഗ്യവും നൽകി അവിടുത്തെ സന്നിധികൾ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും പ്രാർത്ഥിക്കുന്നു. രോഗികളായ പ്രയാസങ്ങളും വേദനകളും ആശ്വാസ സൗഖ്യ സമാധാനവും തിരുപ്പുക ഓരോ മക്കളുടെ പേരിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ശക്തിയാൽ ഓരോ മക്കളെയും പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുപ്പുക എല്ലാത്തിനും പേരിലുണ്ടായി
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ധാനാർപ്പണത്തിനും അപ്പം നിർമ്മ ശുശ്രൂഷയ്ക്കുമായ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാകൊണ്ട് വലുതായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരു അപ്പത്തിലുള്ള അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ സമാധാനത്തിന് അർഹമായ കൈശ്വരി സ്വീകരിക്കാം. ദൈവത്തിൻ്റെ സമാധാന സ്നേഹം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ. കീർത്തനം 406, ഹിൻ നമ്പർ 406.
നമുക്ക് നമ്മുടെ ദാനങ്ങളെ നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിൻ്റെ രക്തത്താൽ നിന്റെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തര യോഗ്യരായ ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുമെല്ലാം നിനക്കുള്ളതല്ലോ. നിന്നെ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മുഖത്തിനായി ഉപയോഗിക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുട്ടുകുത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവേ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായി ഞങ്ങൾ ചെയ്യുന്ന മുറയുമാകുന്നു. നിന്റെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ നിന്റെ ആകാശീയ ഭൂമിയുള്ള സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ നിന്റെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാവത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ അതിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ദേവന്മാരോടും നാരാധന്മാരോടും സമൂഹത്തോടും കൂടെ ഞങ്ങളെപ്പോഴും തന്നെ സ്തുതിച്ചും അതുകൊണ്ട് മതമാവത്തെ പൂർത്തി മഹത്വപ്പെടുത്തുന്നു. കർത്താനാമത്തിൽ മാറ്റപ്പെടാനാവുന്നു. സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള യാതൊരു സ്നേഹം കൊണ്ട് നിന്നെത്തനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾ മനുഷ്യവാഴ്ത്തെടുപ്പാനും ഞങ്ങൾ വീണ്ടെടുപ്പിനായി പുരുഷന്മേൽ മണമേൽപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഒരുപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെ പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും ഒരുപാട് മതിശാന്തിയും തേക്കുകയും താൻ വീണ്ടും ഒരുവോളം തന്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തന്റെ വിശുദ്ധ സുവിശേഷങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ
അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാവമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള രക്തമാകുന്നു. ഇതിനെ നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞാൻ കർത്താവായ തന്റെ മനത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി ദാസരായി ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങൾ നിദാനങ്ങളായ എപ്പത്തെയും ഇങ്ങനെയും നിരക്ഷിതാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെയും കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ഞങ്ങളെല്ലാ വിശ്വാസത്തിലേക്കും പ്രാപിച്ചു ഞങ്ങളുടെ കർത്താവാൻ വശയാന്തരയാകുന്ന അവങ്കിലേക്ക് സകലത്തിനും വളരെ കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകലവുமான മഹത്വം കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ പിതാവേ, നാം ചെയ്യാവണമേ. നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുതാപത്തോട് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് കാലഘട്ടത്തിലും സർവശക്തനായ ദൈവം അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ ഉറപ്പിൽ സാക്ഷ്യമായി നമ്മെ അനുദിനം വഴി നടത്തുന്നു. ആ ദൈവനോട് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിരപരമായ അല്ലാതെ നിരാശ്രയിച്ചുകൊണ്ട് നിരാശയിലേക്ക് വരുവാൻ ഞങ്ങൾ തിന്നില്ല. നിരാശയിലേക്ക് നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം സത്യാമതിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം വിശ്വാസത്തോട് വിശുദ്ധ മേശങ്കിലേക്ക് കടന്നു വരാം. നാലുപേര് വെച്ച് ഇങ്ങോട്ട് കടന്നു വരിക.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാന അനുഗ്രഹങ്ങളും വാഴുന്നു നിങ്ങളെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്ത് വിശ്വാസം കൈക്കൊണ്ടാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, നിന്റെ വാത്സല്യമായ യേശുവിശിയായ ഞങ്ങൾ നമുക്കായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന് മഹാവിലേറിയ ശരീരം ആത്മീയ ആഹാരം കൊണ്ട് ഇന്ന് ഞങ്ങളെ പോഷിപ്പിച്ച് മാവചനവും നിര്ജനം കൊണ്ടുള്ള ജ്ഞാനം നൽകിയിരിക്കുന്നു. നിരവധിയാത്തവാനൊക്കെ സ്വാതന്ത്ര്യനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നിങ്ങളെ ശരീരാത്മാക്കളെയും ജീവനിശ്ചയാവുമായി നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അതാണ് ഏറ്റവും ഉചിതമായ ആരാധന. ഞങ്ങൾ ഈ ലോകത്തിനാകാതെ പൂർണ്ണമായി ജീവിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ ഞാൻ നിശ്ചയിച്ച് ഒരു രാജ്യത്തിൽ സദൃഷ്ടമാവോടെ സന്തോഷിക്കേണ്ടതിന് തുറ നൽകേണ്ടതിനോട് അപേക്ഷിക്കുന്നു. അവനോട് വിശുദ്ധാത്മാവിനോട് കൂടെ ദൈവമായി ജീവിച്ച് വാഴുന്നുവല്ലോ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
നമ്മുടെ ദേവാലയ നിർമ്മാണത്തിൻ്റെ ഭാഗമായി നാം ഇപ്പോൾ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കുന്നുവല്ലോ. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് സ്നേഹമുള്ള ആലീസ് ചെറിയാൻ ആൻറ്റിയാണ്. ആൻറ്റി മുമ്പോട്ട് വന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതാണ്. എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്, ഈ സമയത്ത് നമ്മൾ ഈ ദേവാലയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശാരീരിക ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും പറയും, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ പലർക്കും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നാം ദേവാലയത്തിലായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ദേവാലയത്തിൻ്റെ പൂർത്തീകരണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള ആൻറ്റിയെ ഞാൻ ക്ഷണിച്ചുള്ളൂ. COVID-19 മഹാമാരിയുടെ കാലത്ത് നമ്മുടെ ദൈവമായ ദൈവം നമ്മുടെ നാടുകളിൽ സ്വീകരിക്കുകയായി ആദ്യമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ ഉത്തരം നൽകുന്നവനെ എന്ന പാട്ടിന്റെ അടിസ്ഥാനം യഹോവ ബ്രഹ്മൻ കാക്കാതിരുന്നാൽ കാവൽക്കാർ
ആയതിനാൽ ദൈവമേ പ്രകടനയുടെ എല്ലാ കാര്യങ്ങളും എന്നിൽ സമർപ്പിക്കുന്നു. കൂടാതെ ആലയ നിർമ്മാണത്തിലായിരിക്കുന്ന കോൺട്രാക്ടേഴ്സ്, വർക്കേഴ്സ് ഇവരുടെയൊക്കെ ആരോഗ്യത്തിന് വേണ്ടിയും ആക്രമണബോധത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയ്ക്ക് അനുകൂലമായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടതായ സാധനങ്ങൾ, വെള്ളം ഇവയൊക്കെ തക്ക സമയത്ത് സുലഭമായി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. ആകയാൽ അവരുടെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേൽക്കുകയും നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. കർത്താവേ, വെളിവിനായ അടികളുടെ അടുത്തിരുന്നു എല്ലാ സഹോദരങ്ങളും ഒന്നിച്ചു നിന്ന് അച്ഛനോട് കൂടി യോജിച്ച് ആലയ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള നോക്കണമേ. കർത്താവെ, പ്രാദേശികമായ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതെ വരണം. ദേവാലയ നിർമ്മാണത്തിന് അവിടുന്ന് നേതൃത്വം നോക്കണമേ. കിട്ടിയാൽ നാട്ടിലെ പ്രശ്നങ്ങൾ എന്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടുള്ള തരത്തിൽ നോക്കണം. ക്രിസ്തുവേശുവിൽ തീർത്തു വരും. കർത്താവെ, അവിടുന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പണി സുഗമമായി നടന്നുകൂടാതെ നടത്തുന്നതിന് വേണ്ടതായ സാമ്പത്തികം തന്ന് അനുഗ്രഹിക്കണമേ. അതിന് സഹാജനങ്ങളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. അത് കൈകാര്യം ചെയ്യുന്ന നിന്റെ മകൻ ദരിദ്രത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സഭയുടെ നന്മമാരും എല്ലാവരെയും അനുഗ്രഹിച്ചാൽ കർത്താവേ, ഈ ആലയവും അതിലെ ആരാധനയും മുഖാന്തരം സമൂഹത്തിന് ഒരു സാക്ഷ്യവും അനേകർക്ക് ഇത് അനുഗ്രഹവുമായി തീരണമേ. ദൈവമേ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്നല്ലോ. അങ്ങ് അതിൽ താമസിച്ച് അടിയങ്ങളുടെ ആരാധനയും അടിയങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ബലഹീനരായ അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏറ്റവും കുറവും ക്ഷമിക്കണമേ. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. കീർത്തനം 180, നമ്പർ 180.
ഞങ്ങളുടെ മക്കളിലേക്ക് മടങ്ങിപ്പോകുന്നു. അടുത്ത ആഴ്ച കൊണ്ടുവരുമ്പോഴോ നിങ്ങൾക്ക് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു.